സുരേഷ് സാർ നമസ്കാരം. നമസ്കാരം. ബംഗ്ലാദേശിൽ കലാപം നടക്കുകയാണ്, സാർ അറിഞ്ഞു കാണുമല്ലോ. ഷെയ്ഖ് ഹസീന അജിത് ഡോവലിന്റെ റഫേലിന്റെ അകമ്പടികളോടുകൂടി ഇന്ത്യയിലേക്ക് പറന്നിറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ബ്രിട്ടനിലേക്ക് പോകാൻ പറ്റില്ല, ബ്രിട്ടനിലും കലാപം നടക്കുകയാണ്. അപ്പോ അത്രയും നാള് ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരിക്കും ഹസീന എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എനിക്കൊരു സംശയമുണ്ട് സാറേ, ഈ നമ്മുടെ കേരളത്തിലെ മീഡിയ വൺ പോലെയുള്ള ചാനലുകളൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാല് ഒരു ഡിക്റ്റേറ്റർക്കെതിരെയുള്ള കലാപമാണ് നടക്കുന്നത്. പോരാത്തതിന് വളരെ സമാധാനപൂർവ്വമാണ് നടക്കുന്നത്. വിദ്യാർത്ഥികളുടെ ന്യായമായിട്ടുള്ള ആവശ്യം എന്നാണ് പറയുന്നത്. അതായത് സംവരണം എന്ന് പറയുന്ന സാധനം അവര് അവാമി ലീഗിന്റെ പ്രവർത്തകർക്ക് കൊടുത്തു, സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവരുടെ മക്കൾക്ക് കൊടുത്തു, അത് കഴിഞ്ഞ് കൊച്ചുമക്കൾക്ക് കൊടുത്തു. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുമ്പോഴും അത് ശരിയാണല്ലോ എന്ന് നമുക്ക് തോന്നും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ സംവരണം കോടതി ആ നിയമം എടുത്ത് മാറ്റി, 5% സംവരണം പോലും കൊടുക്കേണ്ട എന്നുള്ള രീതിയിൽ കോടതി എത്തി. എന്നിട്ടും പ്രക്ഷോഭം തീർന്നില്ല. ഓക്കെ, ശരി, ഫൈൻ. ചിലപ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ അത്രയ്ക്കും പ്രതിഷേധം കാണുമെന്ന് വിചാരിക്കുന്നു. ഇതും കഴിഞ്ഞ് ഈ പ്രക്ഷോഭം ഹിന്ദു വീടുകളിലേക്ക് കയറുകയാണ്. അതായത് അവിടെയുള്ള 13 ഹിന്ദു വീടുകൾ തകർക്കപ്പെട്ടിരിക്കുന്നു, 3 ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്നു, വ്യാപകമായിട്ട് ഇസ്കോണിന്റെ കേന്ദ്രങ്ങൾ തകർക്കപ്പെടുന്നു. 2022 ഇസ്കോണിന്റെ കേന്ദ്രങ്ങൾ ധാക്കയിൽ തകർക്കപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം തകർക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാം തകർക്കപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴും ഇവിടെയുള്ള മീഡിയ വൺ അടക്കമുള്ള ചാനലുകൾക്ക് ആനന്ദവും ആഹ്ലാദവും. അതായത് ഒരു ഡിക്റ്റേറ്ററുടെ പതനമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സംഭവം വേറൊന്നുമില്ല. ഇവന്മാർക്ക് ആ ഫണ്ടമെന്റലിസ്റ്റുകളുടെ കയ്യിൽ ബംഗ്ലാദേശ് പോയി കഴിഞ്ഞാൽ ബംഗ്ലാദേശിനെ ചൈനയ്ക്കും പാകിസ്ഥാനും ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാം. ഓൾറെഡി ചൈന ഇവിടെ ഹമ്പൻതോട്ട തുറമുഖം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ശ്രീലങ്കയിൽ. ഇവന്മാര് മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹമ്പൻതോട്ട തുറമുഖത്തിൽ ഒരു പോർമുഖം തുറന്നു കഴിഞ്ഞാൽ നമ്മളെ ചൈന ഒരു കപ്പൽ കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ ഒരു റോക്കറ്റ് ലോഞ്ചർ അടിച്ചു കഴിഞ്ഞാൽ നേരെ കോഴിക്കോട് ഉമ്മാന്റെ ബ്യൂറോയുടെ മണ്ടേച്ചെന്ന് വീഴുമെന്നുള്ള കാര്യം മനസ്സിലാക്കാത്തൊരു സംഭവമുണ്ട്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അമ്പത്തോട്ട തുറമുഖം ചൈന അവിടെ ഡെറ്റ് ട്രാപ്പിൽപ്പെടുത്തി അവിടെ എടുത്തപ്പോ തൊട്ടുപിറകില് ലക്ഷദ്വീപിന് അതിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മളൊരു നേവൽ ബേസ് ഉണ്ടാക്കാനായിട്ട് പ്രബുൽ ഖോഡ പട്ടേലിനെ അങ്ങോട്ട് വിട്ടു. അപ്പൊ നമ്മുടെ താണ്ഡവൻ താത്തയൊക്കെ ഉണ്ടല്ലോ, ഐഷ സുൽത്താന, അവിടെ കിടന്ന് എന്ത് പോരും പത്രാസുമായിരുന്നു. അവിടെ കിടന്ന് താണ്ഡവൻ താത്ത പറയുന്നത് ഞാൻ ആനന്ദ നടനമാടുമെന്നാണ് നരേന്ദ്രമോദിയുടെ നെഞ്ചിൽ ചവിട്ടുന്നത്. ഇപ്പൊ ബംഗ്ലാദേശ്, അപ്പൊ ഇവരുടെ കൃത്യമായിട്ടുള്ള അജണ്ടകളെല്ലാം വ്യക്തമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലും ജമാഅത്തെ ഇസ്ലാമി, അവർക്ക് ഒരു പത്രമുണ്ട്, ഒരു ചാനലുണ്ട്. ഇവരാണ് അവിടെ അരാജകത്വം അഴിച്ചുവിടുന്നത്. എനിക്ക് 2 ചോദ്യങ്ങളുണ്ട് സാറിനോട്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ കലാപം നടന്നപ്പോൾ മമതാ ബാനർജി പറഞ്ഞത് ഇങ്ങോട്ടേക്ക് ഞാൻ കുടിയേറ്റക്കാരെ സ്വീകരിക്കുമെന്ന്. പക്ഷെ അവിടെ ഹിന്ദുക്കളെ ആക്രമിക്കുന്നു എന്ന് കണ്ടപ്പോൾ മമതാ ബാനർജി മിണ്ടിയിട്ടില്ല. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, സുവേന്ദു അധികാരി ബിജെപിയുടെ അവിടെയുള്ള നേതാവ്, പശ്ചിമ ബംഗാളിലെ നേതാവ് കൃത്യമായിട്ട് കേന്ദ്രത്തിന് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. പുള്ളി പറയുന്നതൊക്കെ കറക്റ്റ് ആണ് കേട്ടോ. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു. പുള്ളി ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ്കാ സാത്ത് സബ്കാ വികാസ്, അതെന്ത് മാങ്ങാത്തൊലിയാണ്, അതൊന്നും നമുക്ക് വേണ്ടെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പുള്ളി. അതുപോലെ പറയാൻ ബംഗ്ലാദേശിൽ ആദ്യം 1971 22% ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു. ഇപ്പോ അവിടെ 7.5% ഹിന്ദുക്കൾ മാത്രമാണുള്ളത്. ഹാപ്പിനെസ് തുളുമ്പുന്നത് കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും അവിടെ നിന്ന് 1 കോടി ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ് എന്നാണ്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ CAA NRC ഒക്കെ നേരത്തെ നടപ്പിലാക്കി വെച്ചത് എന്ന് നമുക്ക് തോന്നിപ്പോകും. ഈ 2 വിഷയത്തിലും സാറിന്റെ ടേക്ക് എന്താണ്? ഈ 1 കോടി ഹിന്ദുക്കൾ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടോ? അത് 1 കോടി എന്ന് പുള്ളി പറയുന്നത് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞതായിരിക്കും. ഒരു 10 ലക്ഷം പേരെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടോ? രണ്ടാമത്തെ കാര്യം, അവിടെ മമതാ ബാനർജിയുടെ ഈ ഒരു ഇരട്ടത്തം, ഇത് 2 വിഷയത്തിലും സാറിന്റെ ഒരു നിലപാട്. വന്നു കഴിഞ്ഞാൽ മമതാ ബാനർജിക്കാണ് ഏറ്റവും വലിയ പേടി. മുസ്ലിംസ് വന്നവർക്ക് ടെൻഷനില്ല. അവർ ആദ്യം വിചാരിച്ച അങ്ങനെ നടക്കുന്നതാണ്. അവാമി ലീഗിലെ ആൾക്കാർ ഓടി ഇന്ത്യയിലേക്ക് വരുന്ന വിചാരിച്ചത്. ധനുഷ് പറഞ്ഞൊരു ഇത് വേറൊരു കാര്യം മറന്നു. അവിടെ 2 കൗൺസിലർമാരെ കൊന്നു. അവിടെ 2 കൗൺസിലർ, ഒരു സിനിമ ഡയറക്ടർ ഉണ്ട്, അയാളുടെ മോനെയും കൊന്നു. പിന്നെ ഒരു കൗൺസിലർ, അവാമി ലീഗിന്റെ ഒരു കൗൺസിലർ, ഹിന്ദു കൗൺസിലർ, ഹിന്ദു അവാമി ലീഗ് എന്ന് പറയുന്ന അവാമി ലീഗിന്റെ നേതാവായിട്ടുള്ള ഒരാളെയും അയാളുടെ അനന്തരവനെയും കൊന്നുകെട്ടി തൂക്കി. അപ്പൊ ഇവിടുത്തെ മീഡിയ വണ്ണും ബാക്കിയുള്ള പാർട്ടികളൊന്നും മിണ്ടില്ലല്ലോ. അവിടുത്തെ അമ്പലങ്ങൾ രക്ഷിക്കാൻ മുസ്ലിംസ് വന്ന് നിൽക്കുന്നത് രക്ഷിക്കണേ. അപ്പൊ നിങ്ങളെല്ലാം പറഞ്ഞ അമ്പലങ്ങളൊന്നും ആക്രമിക്കില്ല. ഞാന് ആഗ്രഹിച്ചു പോവുകയാണ്, ബംഗ്ലാദേശിൽ DYFI ഉണ്ടായിരുന്നെങ്കിൽ അവനവിടുത്തെ ന്യൂനപക്ഷത്തിന് സംരക്ഷണം കൊടുക്കില്ല സാർ. ദൈവമേ, അത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. പക്ഷെ ഇതല്ല, ഇതിന്റെ മെയിൻ പ്രോബ്ലം അവിടെ നിന്നല്ല വരുന്നത്. ഇത് ഈ അവാമി ലീഗും ഈ പറഞ്ഞവർ അതിനു മുമ്പുണ്ടായിരുന്ന ഭരണം. ബംഗ്ലാദേശില് പാകിസ്ഥാനി എലിമെന്റ്സ് കുറെ ഉണ്ട്. അത് ഈ ജമാഅത്തെ ഇസ്ലാമിമാരുടെ പാർട്ടികളാണ്. അവിടെ ഈ മുക്തി വാഹിനി എന്ന് പണ്ട് ഇന്ത്യ ട്രെയിൻ ചെയ്തെടുത്ത ആൾക്കാരാണ്. മുജീബുർ റഹ്മാന്റെ ഫൈറ്റ് ചെയ്ത് അവിടെ ഈ രാജ്യം കൊണ്ടത്. നാളെ ഇപ്പൊ മുജീബുർ റഹ്മാന്റെ പ്രതിമ തകർത്തു, അയാളുടെ വീട് കത്തിച്ചു. അപ്പൊ നാളെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടില് ഫ്രീഡം പറഞ്ഞാൽ മഹാത്മാഗാന്ധിയാണ് ഫാദർ ഓഫ് ദ നേഷൻ എന്ന് പറയും. പക്ഷെ അതിനൊരു പ്രൂഫൊന്നും ഇല്ല ഫാദർ ഓഫ് ദ നേഷൻ ആണെന്നുള്ളത്.
പക്ഷെ ഈ പറഞ്ഞ മാതിരി നാളെ മഹാത്മാഗാന്ധിയുടെ ഇവർ പ്രക്ഷോഭം തുടങ്ങി എന്ത് ചെയ്യും? ഞങ്ങൾക്ക് വേണ്ട, ഇവിടെ വന്ന ഇവരൊന്നും ഞങ്ങൾക്ക് ഇത് ഫ്രീഡം തന്ന ആൾക്കാരെന്ന് നമുക്ക് സാർ ഇവരൊന്നും അത് വേണ്ട. പറഞ്ഞത് കൊണ്ട് ഞാനൊരു കാര്യം പറയാം. പാകിസ്ഥാനിൽ മുഹമ്മദ് അലി ജിന്നയെ ചവിട്ടിക്കുട്ടയിൽ എറിഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ബംഗ്ലാദേശിൽ മുജിബുർ റഹ്മാന്റെ പ്രതിമയുടെ മുകളിൽ കയറി പ്രക്ഷോഭകാരികൾ പ്രതിമയിലെ തല തകർത്ത് മൂത്രമൊഴുകിയാണ് പ്രതിമയുടെ തലയിൽ. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ന്യൂനപക്ഷം ഭൂരിപക്ഷമാകാത്തത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോകുന്ന ഒരു പാവം രാഷ്ട്രപിതാവാണ് നമ്മുടെ മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. ന്യൂനപക്ഷം ഭൂരിപക്ഷം ആയി കഴിഞ്ഞാൽ അതാണ് മഹാത്മാഗാന്ധിയുടെ കാര്യത്തിൽ ഒരു തീരുമാനവും. നമ്മൾ കണ്ടു, നമ്മൾ ലണ്ടനിൽ കണ്ടില്ല. ലണ്ടനിൽ ഉം, മഹാത്മാഗാന്ധിയുടെ പ്രതിമ തകർത്തു, അതിന്റെ മുകളിൽ ഓയിലും ഇഞ്ചിൻ ഓയിലും കൊടുന്ന് ഒഴിച്ചു. അതുമാതിരി ഉം, യൂറോപ്പിൽ കുറെ സ്ഥലങ്ങളിലുണ്ടായി, സൗത്ത് ആഫ്രിക്കയിലുണ്ടായി. ഉം. ഇതിപ്പോ ഈ പറഞ്ഞ മാതിരി ഇവർ നമുക്കാർക്കും മനസ്സിലാവില്ല എവിടെ ഒരു നല്ലൊരു ഭരണമുണ്ട്, അത് കാരണം നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോണേന്നുള്ള കാര്യം. ഇവരെ ഞാൻ പറയണെങ്കിൽ അവിടെ ഈ പറഞ്ഞ സെക്യുലർ പറഞ്ഞ പാർട്ടികളുണ്ട്, ഇവരൊക്കെ ഒന്ന് ബംഗ്ലാദേശിലേക്ക് ഒരു കപ്പലിൽ കയറ്റി വിടണം എല്ലാ എത്രയും. ഉം, അപ്പൊ ഉം, അവർക്ക് അറിയും അവിടെ ജീവിക്കുന്ന എങ്ങനത്തെ ജീവിതമാണ്, ഇവിടുത്തെ എങ്ങനെയാണ്. ഒരാളും മിണ്ടുന്നില്ല. ഇപ്പൊ ഉം. ഇന്നലെ ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് നടന്നിരുന്നു. ജയശങ്കർ ഫോറിൻ മിനിസ്റ്റർ എല്ലാവരും അഡ്രസ് ചെയ്തു, ഞങ്ങളെല്ലാം നിങ്ങൾക്ക് സപ്പോർട്ട് തരാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഉള്ളിലുള്ളിൽ ഇവർക്ക് പേടി എന്താന്ന് പറഞ്ഞാൽ, എങ്ങാനും ഹിന്ദുക്കൾ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ 1 കോടി ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ നമ്മുടെ അവിടെ 140 കോടിയുള്ള ഒരു ദേശത്തിന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതൊന്നും വലിയ കാര്യമൊന്നുമല്ല ധനുഷ്. ഉം, പക്ഷെ മമതാ ഉം. ബാനർജിക്ക് പേടി എന്നാണ്, ഇവരെല്ലാം വന്ന് എങ്ങാൻ വെസ്റ്റ് ബംഗാളിൽ തങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? വോട്ടിംഗ് മാറിപ്പോവില്ലേ? എല്ലാ കോൺസെപ്റ്റ് അങ്ങനെയല്ല ഉണ്ടായത്. 71 തൊട്ട് അതിന് മുമ്പ് 65 തന്നെ തൊട്ട് തുടങ്ങിയ മുസ്ലിം ഇല്ലീഗൽ സാറ് ഇമിഗ്രേഷൻ. ഇത് പറഞ്ഞത് കൊണ്ട് ഞാനൊരു കാര്യം കൂടെ പറയാം. സത്യം പറഞ്ഞാൽ മമതാ ബാനർജി പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. മമതാ ബാനർജി നരേന്ദ്രമോദിയുടെ കാലിൽ സാഷ്ടാംഗം പോയി വീണിരിക്കുകയാണ്. സംഭവം വേറൊന്നുമല്ല. ഇന്നലെ മുതൽ ട്വിറ്ററിൽ, സാറ് ട്വിറ്ററിൽ കിടന്ന് മുഴുവൻ കളിയാടുന്ന ഒരാളാണല്ലോ. ഇന്നലെ മുതൽ ട്വിറ്ററിൽ ഒരു പുതിയ മാപ്പ് ഇറങ്ങിയിട്ടുണ്ട് ബംഗ്ലാദേശിന്റെ. ബംഗ്ലാദേശ് ഈസ് ആൻ ഇമോഷൻ എന്ന് പറഞ്ഞ് വെസ്റ്റ് ബംഗാളും സിക്കിമും എല്ലാം കൂടെ ചേർത്ത് ഇന്ത്യയെ കീറി മുറിച്ചുകൊണ്ട് നോർത്ത് ഈസ്റ്റ് വേറൊരു ഭാഗമായി വെസ്റ്റ് ബംഗാളും സിക്കിമും കൂടെ ചേർത്തിട്ടാണ് ആ മാപ്പ് ഇറങ്ങിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഒരു കോൺസ്പിറസി തിയറി ഉണ്ടായിരുന്നു, പക്ഷെ അത് ഷെയ്ഖ് ഹസീന ശരിവെച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ നിന്ന് നോർത്ത് ഈസ്റ്റ് അടർത്തിയെടുത്ത് ഒരു ക്രിസ്തു രാജ്യമാക്കി മാറ്റാനാണ് ഇവരുടെ ശ്രമം. നോർത്ത് ഈസ്റ്റിന്റെ തീരദേശങ്ങളിലെല്ലാം തന്നെ ഒരു ക്രിസ്തു രാജ്യം സ്ഥാപിക്കാനായിട്ട് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ശ്രമിക്കുന്നു. അത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പവറായിട്ട് ഉയർന്നു വരാതിരിക്കാനാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ചൈന ഒരു പൊളിറ്റിക്കൽ പവറായിട്ട് ഉയർന്നു വരുന്നതിൽ അമേരിക്കയ്ക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. കാരണം ചൈന എത്രയായാലും ഏകാധിപത്യ രാജ്യമാണ്. അവിടെ എത്ര പൊളിറ്റിക്കൽ പവറായിട്ട് ഉയർന്നു വന്നാലും ഷീ ജിങ് പിങ്ങിനെ ഒരു ബുള്ളറ്റിൽ തീർത്തു കഴിഞ്ഞാൽ അടുത്ത വേറൊരാൾ വരും. ആ വരുന്ന ആൾ ഷീ ജിങ് പിങ്ങിന്റെ അത്ര വലിയ ശക്തിയുള്ള ആളാവണമെന്നില്ല. ഒരു മണ്ടനാണെങ്കിൽ ചൈനയുടെ കാര്യത്തിൽ തീരുമാനവും. പക്ഷെ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ആ ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഒരു പൊളിറ്റിക്കൽ പവർ ഉയർന്നു വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭരണാധികാരിയെ മാറ്റാനുള്ള പവറുണ്ട്. നമ്മൾ ഏറ്റവും നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരെ മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യ പൊളിറ്റിക്കൽ പവർ ആവാൻ പാടില്ല. അപ്പോ കൃത്യമായിട്ടുള്ള അജണ്ടയുടെ ഭാഗം അവർ ഇറങ്ങിക്കഴിഞ്ഞ ആ സമയത്ത് തന്നെ ഈ ബംഗ്ലാദേശിന്റെ ഇന്ത്യയുടെ വെസ്റ്റ് ബംഗാളും സിക്കിമും ചേർന്നുള്ള ഒരു മാപ്പ് ഇത്തരത്തിൽ പ്രചരിക്കുന്നുണ്ടെങ്കിൽ മമതാ ബാനർജി ഇത് കണ്ട് പേടിച്ചുപോയി. ഇനി ഞങ്ങളെ എങ്ങാനും ബംഗ്ലാദേശ് അടർത്തിയെടുത്ത് അവരുടെ കൂട്ടത്തിലാക്കി കഴിഞ്ഞാൽ, ഈ ഇന്ത്യയിലായതുകൊണ്ട് ഡെമോക്രസി ഉള്ളത് കൊണ്ട് നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുക, പോരും പത്രസൊക്കെ കാണിക്കാം. ബംഗ്ലാദേശിലോട്ടെങ്ങാനും വെസ്റ്റ് ബംഗാളിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഇത് സംഭവിക്കില്ല. പക്ഷെ ഇതിൽ വേറൊരു കാര്യം നമ്മൾ എടുത്ത് കാണേണ്ടത് എന്താ വെച്ചാൽ, ബംഗ്ലാദേശിൽ നിന്നും മമതാ ബാനർജി ഇങ്ങോട്ട് കുടിയേറ്റിയിരിക്കുന്ന റോഹിംഗ്യ മുസ്ലിങ്ങൾ, ഇവരെ അതിർത്തി പ്രദേശങ്ങളിലാണ് താമസിപ്പിച്ചിരിക്കുന്നത്. ഈ അതിർത്തിയിലുള്ള 6 ജില്ലകൾ, ഈ 6 ജില്ലകളിൽ മമതാ ബാനർജി വിചാരിച്ചാൽ പോലും ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പ്രബലമായിരിക്കുകയാണ് ഇവർ. വിചാരിച്ചു കഴിഞ്ഞാൽ ഈ 6 ജില്ലകളിൽ ഇവർക്ക് കലാപം നടത്താം, വേണമെങ്കിൽ ഒരു വിഘടനവാദം ഉന്നയിക്കാം. അത്തരത്തിൽ ഇവർ ശക്തരായി മാറിയിരിക്കുകയാണ്. കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയെന്ന് മനസ്സിലായി. അതുകൊണ്ട് മമതാ ബാനർജി ഓടിച്ചെന്ന് നരേന്ദ്രമോദിയുടെ കാലിൽ വീഴുന്നു. രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞിരിക്കുന്നത് കേന്ദ്രമന്ത്രി തീരുമാനമെടുത്താലും ഞങ്ങൾ കേന്ദ്രത്തിന്റെ കൂടെ നിന്നോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ രാഹുൽ ഗാന്ധിക്ക് എട്ടും പൊട്ടും അറിയാത്തത് കൊണ്ട് ഇപ്പൊ ഇങ്ങനെ പറയുന്നതാണെന്ന് നമുക്ക് അങ്ങനെ പറയാനേ നിർവാഹമുള്ളൂ. മറുപടി അതാണ്. മമതാ ബാനർജിക്ക് പേര് ഞാൻ പറഞ്ഞു, ഡെമോഗ്രാഫിക് പ്രൊഫൈൽ മാറിക്കഴിഞ്ഞാൽ മുർഷിദാബാദ്, മാൽഡ, ആ കംപ്ലീറ്റ് അവിടെ ഒരു 10-16 ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഹിന്ദുക്കൾ വന്ന് സെറ്റിൽ ചെയ്താൽ മതി. അല്ല, ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവും. ഞാൻ ട്വീറ്റ് ചെയ്തിരുന്നു കാലത്ത് CA വന്നപ്പോ നരേന്ദ്രമോദി അമിത്ഷാ ഡിഫെൻഡ് ചെയ്ത കാരണം എന്തായിരുന്നു? പെർസിക്യൂട്ടഡ് മൈനോറിറ്റീസ്. അപ്പൊ ഇവര് പറഞ്ഞു, എന്ത് മൈനോറിറ്റീസ് പെർസിക്യൂഷൻ? ബംഗ്ലാദേശിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഒന്നും നടക്കുന്നില്ലല്ലോ അവിടെ. അപ്പോഴും നമ്മൾ പറഞ്ഞു അവിടെ പണ്ടുണ്ടായിരുന്ന 25% 8% മാറി ഇപ്പൊ 7.5 ആയി. അപ്പൊ ബാക്കിയുള്ള ഹിന്ദുക്കാരൊക്കെ അവിടെ പോയി. ഒന്നിലും അവർ മതം മാറ്റി, അല്ലെ അവർ കൊന്നു. ഇതാണ് രണ്ടുണ്ടാക്കണേ. സിൽഹറ്റ് ആയാലും ചിറ്റഗോങ് ആയാലും ഇങ്ങനത്തെ ഏരിയയിലൊക്കെ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു കുറെ കാലം മുമ്പ്. ഇപ്പോഴും ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മുടെ ബാലി നോക്കിയ, ഇന്തോനേഷ്യയിൽ ഒരു ഇസ്ലാമിക് നേഷനാണ്,
പക്ഷെ ബാലി എന്ന് പറഞ്ഞ ടെറിട്ടറി ഇപ്പോഴും ഹിന്ദുവാണ്, ടെറിട്ടറിയാണ്. അത് അവിടുത്തെ ആൾക്കാർ എപ്പോൾ തന്നെ സംരക്ഷിച്ചുകൊണ്ടുണ്ട്. ഈ പേടി ഇപ്പൊ വന്നു കഴിഞ്ഞപ്പോൾ CA ആരാണ് എതിർത്ത? ധനുഷ് പിണറായി വിജയൻ, അസദുദ്ദീൻ ഒവൈസി, സീതാറാം യെച്ചൂരി, രാഹുൽ ഗാന്ധി, ഇങ്ങനത്തെ ആൾക്കാരാണ് CA എതിർത്തത്. അവരെന്താ പറഞ്ഞ, ബാക്കിയുള്ള രാഷ്ട്രങ്ങളിലെ മുസ്ലിംസിനെ നമ്മൾ എടുക്കണം. ശരി, നമ്മൾ എടുക്കാം, ബംഗ്ലാദേശ് നമുക്ക് ഇതാ, എന്നാ ഞങ്ങൾ എല്ലാവരും എടുക്കാം, അങ്ങനെ ആക്കണ ഒരു അഗ്രിമെന്റ്. അത് സമ്മതിക്കില്ല. ഇപ്പൊ അവിടെ എന്താ നടക്കണേ? ഹിന്ദുക്കളുടെ നേരെ ആക്രമണം നടക്കണേ, ഇന്ത്യക്കാരുടെ നേരെയല്ല, ഹിന്ദുക്കളുടെ നേരെ. എന്താണ് വളരെ ക്ലിയർ ആണ്. അവരവിടുന്ന് ഓടിച്ചു കഴിഞ്ഞാൽ അതൊരു ഇസ്ലാമിക് റിപ്പബ്ലിക് ആക്കി മാറ്റാൻ പറ്റും. ഇതിൽ പാകിസ്ഥാന്റെ കണക്ക് ഇന്ന് വന്നപ്പോ തന്നെ കുറച്ചു നേരം പോകുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അവിടെ US ഗവൺമെന്റ് ഹസീനയ്ക്ക് വീസ റിജക്ട് ചെയ്തു. പണ്ട് ഓർമ്മയുണ്ടോ? ഭാരതത്തിൽ ഇപ്പൊ ഇരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ വീസ റിജക്ട് ചെയ്തായിരുന്നു, ഓർമ്മയുണ്ടോ? ഗുജറാത്ത് കലാപം. അപ്പോ ഇതിൽ മനസ്സിലാവും അതിന്റെ അർത്ഥം അമേരിക്കക്ക് ഇതിൽ കൈയുണ്ടായിരുന്നു എന്ന് വളരെ ക്ലിയർ ആണ്. അല്ലെങ്കിൽ അവരിപ്പോ തോന്നിയ മാതിരി എല്ലാ ഡിക്റ്റേറ്റർമാരും ഡ്രഗ് പെഡ്ലേഴ്സും ഓരോരുത്തരും വന്ന് അവിടെ കിടപ്പുണ്ട് US. നമ്മളിപ്പോൾ UK പറ്റി പറഞ്ഞേ ഉള്ളൂ, അപ്പൊ US കിടപ്പുണ്ട് അങ്ങനത്തെ കുറെ എണ്ണം. ഷെയ്ഖ് ഹസീനയ്ക്ക് മാത്രം ഇവിടെ വരാൻ പാടില്ല. എന്താണ് അതിന്റെ കാരണം? ഇതാണ് അതിന്റെ കാരണം. എന്നിട്ട് അവിടെ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവും ഇവർക്ക് മനസ്സിലായി. അത് കാരണം ചെയ്യാൻ സമ്മതിച്ചു. അത് കാരണം ഈ പറഞ്ഞ മാതിരി ഇപ്പൊ നമുക്ക് പേടിയുള്ളത് എന്താണെന്ന്, എനിക്ക് ശരിക്കും പേഴ്സണലായിട്ട് പേടി, എവിടെ ഒരു കലാപം ഉണ്ടാക്കുന്നു. ഇന്ന് സൽമാൻ ഖുർഷീദ് പറഞ്ഞിരിക്കണം, കോൺഗ്രസിന്റെ നേതാവ് ഓപ്പണായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഇങ്ങനെ ബംഗ്ലാദേശിൽ നടന്നത് ഭാരതത്തിലും നടക്കും. അപ്പൊ ആലോചിച്ചു, ഒരു കോൺഗ്രസ് ലീഡറാണ് പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റി കുറെ ഡിബേറ്റ് നടക്കുന്നത്, കുറെ നാഷണൽ. അതാണ് എന്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. ഈ മീഡിയ വൺ അടക്കമുള്ള ചാനലുകൾ പറയുന്നത് അടുത്തത് മോദി എന്നാണ്. അതായത് ജനാധിപത്യത്തിനെ കുറിച്ച് നാഴികയ്ക്ക് 40 വട്ടം ക്ലാസ് എടുക്കുകയും അതേസമയം ഇവരുടെയൊക്കെ മനസ്സിൽ ജനങ്ങൾ തെരുവിലിറങ്ങി നമ്മുടെ രാജ്യത്തെ സംവിധാനത്തിനെ മുഴുവൻ നശിപ്പിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെന്റ് കയ്യേറി അത്തരത്തിലൊരു അരാജകത്വം സൃഷ്ടിക്കുന്ന ഏഴാം കൂലികളായി മാറണം എന്നാണ് ഇവരുടെ മനസ്സിൽ ഇപ്പോഴും ആ പഴയ ഒരു എന്താ പറയാ. സാറ് ഈ പാറ്റേൺ ശ്രദ്ധിച്ചോ? അതായത് എവിടെ കലാപം നടന്നാലും സെയിം പാറ്റേൺ ആണ്. ഇപ്പൊ ശ്രീലങ്കയിൽ കലാപം നടന്നാൽ ഈ കലാപകാരികൾ ഓടിച്ചെല്ലുന്നത് അവിടെയുള്ള പ്രസിഡന്റിന്റെ വീട്ടിലാണ്. ബംഗ്ലാദേശി കലാപം നടന്നാലും ഓടിച്ചെല്ലുന്നത് അവിടെയാണ്. പാകിസ്ഥാനിൽ പട്ടാള അട്ടിമറി നടന്നാലും ഓടിച്ചെല്ലുന്നത് അവിടെയാണ്. ഷെയ്ഖ് ഹസീനയുടെ അടിവസ്ത്രം വരെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. അത്രയും വലിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്രയും വലിയ ഒരു ഇവരുടെയൊക്കെ മനസ്സിൽ ആ ഒരു വെനമുണ്ടല്ലോ, അവര് സ്പിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അത് ഹിന്ദുക്കളും മിണ്ടാണ്ടിരിക്കുന്നവരെ ഇവർക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒരു ദിവസം ഹിന്ദു എണിക്കും, തിരിച്ചടിക്കും, അപ്പോൾ ഇവർ പഠിക്കും. ഇപ്പം എന്താ പറ്റിപ്പോയെന്നാണ്, ഹിന്ദുവിന് നമ്മുടെ അല്ലേ കുഴപ്പമില്ല, നടക്കട്ടെ എന്ന് പറയും. പക്ഷെ ഈ പറഞ്ഞ ജ്യൂസിന്റെ നേരെ നടന്നെന്ന് വന്ന് ഇസ്രേലി ജ്യൂസിന്റെ നേരെ, പണ്ട് നമുക്കറിയാം World War II അവരെങ്ങനെ എത്ര ലക്ഷം ആൾക്കാരെ കൊന്നത് അതേമാതിരി ഹിന്ദുക്കളുടെ നേരെ വരാൻ നോക്കിക്കഴിഞ്ഞാൽ അന്ന് ഇവർ പാഠം പഠിക്കും, ശരിക്കും പാഠം പഠിക്കും. അന്ന് വരെ മീഡിയ വണ്ണും ബാക്കിയുള്ള പാർട്ടികൾക്കൊക്കെ കളിക്കാം. പക്ഷെ എന്ത് ഹിന്ദു വന്നോ, എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും ചില ഒരു സമയത്ത് ചില നാഷണൽ ചാനൽസ് ആന്റി ഹിന്ദു സെന്റിമെന്റ്സ് ഇറക്കിയപ്പോൾ അതിൽ വരുന്ന പരസ്യ കമ്പനികളെല്ലാം ബോയ്ക്കോട്ട് ചെയ്തു. പഠിച്ചവര് അടുത്ത ദിവസം ലൈൻ മാറ്റിയവര്, അവര് പരസ്യമാണ് ഒരു മെയിൻ റവന്യൂ. അടുത്ത ദിവസം മാറ്റി ഹിന്ദുക്കൾ പറഞ്ഞു, ഞങ്ങൾ ഇതിൽ വരുന്ന ഒറ്റ സാധനം ഞങ്ങൾ വാങ്ങിക്കില്ല, എല്ലാം ബോയ്ക്കോട്ട് ചെയ്യുന്നു. കഴിഞ്ഞു, മാറി. അതന്നെ ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ മാതിരി ഹിന്ദുക്കളെ ഒരു ക്വയറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. അതാണ് നമ്മളെ മുഗൾസും ബ്രിട്ടീഷും എല്ലാവരും കയറി ഭരിച്ചത് നമ്മൾ. പക്ഷേ ഹിന്ദുക്കൾ എപ്പോഴും ഇങ്ങനെ ഇരിക്കണമെന്നില്ല. തിരിച്ചടിക്കാൻ ഹിന്ദുക്കൾ അറിയാം, ബാബ്രിയെ പൊളിച്ച് ചോട്ടിലിടാൻ അറിയാം, അതിനേക്കാളും കൂടുതലുള്ള കാര്യങ്ങൾ ചെയ്യാൻ അറിയാം. പക്ഷെ നമ്മൾ ചെയ്തിട്ടില്ല. ഈ ബംഗ്ലാദേശിലെ ഈ സാഹചര്യം ഇപ്പോൾ വളരെ ഗൗരവകരമായിട്ട് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവലൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഇപ്പൊ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ പ്രോസിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള മൈനോറിറ്റീസ് എല്ലാം, ഹിന്ദു മാത്രമല്ല, ക്രിസ്ത്യാനിറ്റിയും ക്രിസ്ത്യൻസും ബുദ്ധന്മാരും അങ്ങനെയുള്ള പല ആൾക്കാരും പ്രോസിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇനി ബംഗ്ലാദേശിൽ വരാൻ പോകുന്ന ഗവൺമെന്റ് ആരായിരിക്കുമെന്ന് സാറിന് അറിയാമല്ലോ. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന കാലങ്ങളോളം അകത്തടച്ചു വെച്ചിരുന്ന നമ്മുടെ ബംഗ്ലാദേശി നാഷണൽ പാർട്ടിയുടെ ആ ഒരു പ്രതിപക്ഷ നേതാവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അവരുടെ മകൻ താരിഖ് ഖാൻ എന്ന് പറയുന്നവൻ ലണ്ടനിലും സൗദിയിലും ഇരുന്നു കൊണ്ട് ബംഗ്ലാദേശിന്റെ ഭരണം അട്ടിമറിക്കുന്നതിനെ കുറിച്ച് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റുമായിട്ടും പാകിസ്ഥാനുമായിട്ടും ചർച്ച നടത്തിയിട്ടുണ്ട്. പോരാത്തതിന് ജമാഅത്തെ ഇസ്ലാമിയുടെ 2016 തൂക്കിക്കൊന്ന ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ക്രിമിനലിന്റെ മകൻ
അവിടെ ജയിൽ മോചിതനായിട്ടുണ്ട്. എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോ എന്റെ സാർ ഈ ബാഹുബലി സിനിമയിൽ സെക്കൻഡ് ഹാഫിൽ ഒരു കാലകയ ടീം എന്ന് പറഞ്ഞൊരു ടീം വരില്ലേ, അതുപോലെ എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നുന്നത്. നമ്മുടെ രാജ്യത്തൊക്കെ ആണെങ്കിൽ നമുക്കിതൊക്കെ സങ്കല്പിക്കാൻ പറ്റുമോ? ഈ ക്രിമിനൽസിനെയൊക്കെ നമ്മുടെ ഈ സാറ് ഹൈദരാബാദിൽ നിന്നല്ലേ, ഈ തെലുങ്ക് സിനിമയിലൊക്കെ ഞാനിത് കണ്ടിട്ടുള്ളൂ. അതായത് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് വലിയ നൊട്ടോറിയസ് ആയിട്ടുള്ള ആഫ്രിക്കൻ ബുൾസ് ആയിട്ടുള്ള ക്രിമിനൽസിനെയൊക്കെ ഇങ്ങനെ പുറത്തിറക്കിക്കൊണ്ട് വരുന്ന സംഭവം നമ്മുടെ രാജ്യത്ത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് ഇപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയിലോട്ട് പോകുന്നതുകൊണ്ട് ഉറപ്പായിട്ടും ഒരു ചൈനയ്ക്ക് അനുകൂലമായിട്ടുള്ള ആധിപത്യം പുലർത്തുന്നവരായിരിക്കും. പക്ഷെ ബംഗ്ലാദേശ് ഇനി നേരിടാൻ പോകുന്നത് കൊടും പട്ടിണിയാണ് എന്നുള്ളത് കൊണ്ട് ഇപ്പൊ മാലദ്വീപ്സ് തിരിച്ചു വന്നല്ലോ, ഇന്ത്യയുടെ പുറകെ വാലാട്ടി വന്നല്ലോ. അതുപോലെ ബംഗ്ലാദേശ് ഉടനെ തന്നെ ഇന്ത്യയുടെ പുറകെ വാലാട്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അതിൽ സാറിന്റെ ഒരു ടേക്ക് കൂടെ വേണം. അതിന്റെ ഞാനിങ്ങനെ പറയാനായിട്ടുള്ള കാരണം ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ അറിയാലോ, എപ്പോഴും നമ്മളെ മുമ്പിൽ ചിരിച്ചു കാണിക്കുന്ന രാജ്യമാണ് അമേരിക്ക. പക്ഷെ അമേരിക്കയ്ക്ക് ഇന്ത്യ തകരണം, തകർന്ന് തരിപ്പണമാണോന്ന് അമേരിക്കയ്ക്ക് വലിയ ആഗ്രഹമുണ്ട്. നരേന്ദ്രമോദി അമേരിക്കൻ പാർലമെന്റിൽ ചെന്നിട്ട് ഇന്ത്യ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകും എന്ന് പറയുമ്പോഴും അവിടെ കൈയടിക്കുന്ന സായിപ്പന്മാരുടെ എല്ലാം ഉള്ളിൽ ഈശ്വര നശിച്ചു പോണേ എന്നായിരിക്കും അവരുടെ മനസ്സിൽ പ്രാവിക്കൊണ്ടാണ് അവർ കൈയടിക്കുന്നത്. അതിൽ തർക്കമില്ല. അപ്പോ ഇന്ത്യൻ ബോർഡർ കൂടെ പങ്കിടുന്ന അഫ്ഗാനിസ്ഥാനും കൂടെ ഇന്ത്യക്കെതിരെ, സത്യം പറഞ്ഞാൽ ഇന്ത്യ ഇപ്പോ ഇസ്രായേൽ പോലെയാണ്, ചുറ്റും ശത്രുക്കളായി കഴിഞ്ഞു. സാർ അത് ശ്രദ്ധിച്ചാലോ, ചുറ്റും ശത്രുക്കളായി കഴിഞ്ഞു. അവിടെ അവരുടെ കോണ്ടെക്സ്റ്റ് വേറെയാണ്. പക്ഷെ ഇന്ത്യ ഇപ്പൊ നമുക്ക് ചുറ്റും ശത്രുക്കളായി. അഫ്ഗാനിസ്ഥാനെ നമ്മുടെ ശത്രുക്കളാക്കാൻ വേണ്ടി അമേരിക്ക അവിടെ നിന്ന് ട്രൂപ്പിനെ പിൻവലിച്ചു. താലിബാൻ നമ്മളെ ആക്രമിക്കുമെന്ന് അവർ വിചാരിച്ചു, പാകിസ്ഥാനും താലിബാനും ഒരുമിച്ച് നിന്നുകൊണ്ട്. പക്ഷെ അവരുടെയും പ്രധാനപ്പെട്ട പ്രശ്നം പട്ടിണിയായിരുന്നു. ഇന്ത്യ കുറച്ച് തവിടും പിണ്ണാക്കും ഇട്ട് കൊടുത്തിട്ട് തിന്നടാ മക്കളെ എന്ന് പറഞ്ഞപ്പോ അവർ ഒതുങ്ങി. ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലെ ക്രിക്കറ്റ് ടീമിന് വരെ ഇന്ത്യയിൽ ആരാധകനാണ് ഭയങ്കര, പാകിസ്ഥാനെക്കാട്ടിലും ആരാധകനാണ്. അതുകൊണ്ട് മാന്യന്മാരാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വയറ്റിനകത്തോട്ടൊന്നും പോയില്ലെങ്കിൽ ആർക്കും തോക്കെടുത്ത് വെടിവെക്കാനുള്ള ഒരു ഇത് കാണില്ല. അപ്പൊ അതുപോലെ ബംഗ്ലാദേശുമായി മാറാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഇതിൽ സാറിന്റെ അഭിപ്രായം എന്താണ്? ഇതിലൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ഇതാണ് ബിക്കോസ് ഞാൻ പറയട്ടെ, വേറെ ഒന്നല്ല, നാളെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീമിന് ഇന്ത്യയിൽ കെട്ടാണ്ടിരുന്നാൽ മതി, കഴിഞ്ഞു, പൊളിഞ്ഞു പാളിസ വരും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എക്കണോമിക് ബ്ലോക്കേഡ് ആണ് ഇവരെ ഒറ്റ റീസൺ പഠിപ്പിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇവർ പെട്രോളിയം പ്രോഡക്ട്സ് വരുന്നത് മുഴുവൻ ബേ ഓഫ് ബംഗാൾ എന്നാണ്. ഈ പെട്രോളിയം പ്രോഡക്ട്സ് ഒക്കെ എങ്ങാൻ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ, നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ അഡ്രസ് ഇല്ലാണ്ട് പോവുക. അതാണ് ഉണ്ടാവുമ്പോൾ ഉണ്ടാവും ചെയ്യും അത് എന്തായാലും. അപ്പൊ ഈ പറഞ്ഞ മാതിരി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കാര്യത്തിൽ നമുക്ക് എന്താ വേണ്ടത് നമ്മളത് ചെയ്യണം. അത് ചെയ്യാണ്ട് പറ്റില്ല. നമുക്ക് അത് ചെയ്തിരിക്കണം. നമ്മൾ പതുക്കനെ ബംഗ്ലാദേശിനെ എക്കണോമിക് ബ്ലോക്കേഡിലേക്ക് കൊണ്ടുവരണം. ബിക്കോസ് ബംഗ്ലാദേശിന് എവിടുന്നാണ് കിട്ടുക? ഇവരെ പെട്രോളിയം ആവട്ടെ, ബാക്കിയുള്ള പ്രോഡക്ട്സ് ആവട്ടെ, എവിടുന്നാണ് കിട്ടുക? ഇവർക്ക് കിട്ടുന്നത് കടലിൽ നിന്നാണ്, ബേ ഓഫ് ബംഗാൾ നിന്നാണ്. പണ്ട് 71 വാറിൽ റഷ്യക്കാർ നമ്മളെ രക്ഷപ്പെടുത്തി വന്ന് US 7th ഫ്ലീറ്റും കൊണ്ട് വന്നിരുന്നു ബേ ഓഫ് ബംഗാളിലേക്ക്. ഇനി ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ പെട്രോളിയം പ്രോഡക്ട്സ് ആവട്ടെ, വേറെ എന്തെങ്കിലും ആവട്ടെ, നമ്മൾ പതുക്കനെ അവരുടെ കംപ്ലീറ്റ് ആ പറഞ്ഞ ആക്സസ് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയണം. അതിന് ബംഗ്ലാദേശ് പഠിക്കും. ബിക്കോസ് വേറെ കുറെ കാര്യങ്ങൾ ഇവർ ഡിപ്പെൻഡന്റ് ആണ് നമ്മുടെ മേലെ. നമ്മുടെ ഫോർ എക്സാമ്പിൾ അവരുടെ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ കുറവാണ്, നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങണത്. ഇതൊക്കെ ഉണ്ട്. ഇന്ത്യയിൽ കൽക്കരി പ്രൊഡക്ഷൻ കുറഞ്ഞു പോയപ്പോ ബംഗ്ലാദേശ് ഇത്രയോ മാസം ഇരുട്ടിലായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. തീസ്ത പുഴ ഫോർ എക്സാമ്പിൾ, മമതാ ബാനർജി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ തീസ്ത തുള്ളി വെള്ളം തരില്ല, നിങ്ങൾ പോയി പണി വെക്കണം ഓൾറെഡി ബംഗ്ലാദേശ് അടുത്ത് പറഞ്ഞു കഴിഞ്ഞു, ഇതിന് മുമ്പായിട്ട് തന്നെ. അപ്പൊ അതും നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യും. തീസ്തന്ന് വെള്ളം പോയില്ലെങ്കിൽ എന്ത് ചെയ്യും ഇവരവിടെ? ഇതൊക്കെയാണ് ആവാൻ പോണത് ബംഗ്ലാദേശിന്. സ്ലോലി ആൻഡ് സ്റ്റഡിലി പറഞ്ഞ മാതിരി ബംഗ്ലാദേശ് വേറൊരു വെനിസ്വേലായി മാറും, അല്ലെങ്കിൽ വേറൊരു ഇറാഖായിട്ട് മാറും, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് അഫ്ഗാനിസ്ഥാൻ ഇപ്പം നേരെ വന്നു തുടങ്ങി. അഫ്ഗാനിസ്ഥാനായിട്ട് മാറരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് മാത്രമേ ഉള്ളൂ ബംഗ്ലാദേശിനെ ഈ പറഞ്ഞ മാതിരി ഹാപ്പിനെസ് ഇൻഡെക്സിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി പെർ ക്യാപിറ്റ ഇൻകം ധ്രുവറാത്തിയുമായിട്ടുള്ള ആൾക്കാർ അടിച്ചു കയറ്റിയതാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ സത്യമായിട്ട് കഥ കണ്ടു. ബംഗ്ലാദേശിൽ പൊളിഞ്ഞ് പാളിസാകുമ്പോഴാണ് ധനുഷ്, വേറെ ഒന്നുമില്ല എന്ന് പറയാനുള്ളത്. ഈ ബംഗ്ലാദേശ് പൊളിഞ്ഞ് പാളീസായി ആവാൻ പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്തൊരു കാര്യമാണ്. ഇന്ത്യ ഒന്ന് വിരലിഞ്ഞൊടിച്ചാൽ ബംഗ്ലാദേശ് പൊളിഞ്ഞ് പാളീസാവും. പുറകെ ചൈനയും പാകിസ്ഥാനും അടക്കമുള്ളവർ സപ്പോർട്ടായി വരും. എനിക്ക് പറയാനുള്ളത്, ഇതിന്റെ ബംഗ്ലാദേശിന്റെ ഈ കലാപത്തിന് പിറകിൽ അമേരിക്കയാണ്, ചൈനയാണ്, പാകിസ്ഥാനാണെന്ന് പറയുന്നത്. പക്ഷെ ഈ പാകിസ്ഥാന്റെ പിറകിൽ ചൈനയാണ്. ഈ ചൈനയുടെ പിറകിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും മുകളിലാണ് ഇന്ത്യ നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ബംഗ്ലാദേശ് പട്ടിണി നമ്മുടെ ഏറ്റവും വലിയൊരു ശാപം, ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ശാപം എന്ന് പറഞ്ഞാൽ അവര് എത്രയൊക്കെ പട്ടിണിയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ നടന്നാലും ഇന്ത്യക്ക് ഒരിക്കലും അവരെ അവഗണിക്കാൻ പറ്റില്ല. കാരണം ഒരു ജിയോ സ്ട്രാറ്റജിക്കൽ വാർ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ബംഗ്ലാദേശ് ഇന്ത്യയുടെ, സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ ഇൻഫോർമൽ ആയിട്ട് പറഞ്ഞാൽ, ഇന്ത്യയുടെ കഷത്തിന്റെ ഇടയിൽ കിടക്കുന്ന ഒരു ചെറിയൊരു സ്ഥലം പോലെയാണ് ബംഗ്ലാദേശ് അവിടെ കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എന്ത് രീതിയിലുള്ള നമ്മുടെ ശത്രുക്കൾ എന്ത് രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചാലും അത് ഇന്ത്യയെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് ബംഗ്ലാദേശിനെ ഏത് സമയത്തായിരുന്നാലും കൂടെ നിർത്തേണ്ട സമയം വന്നു കഴിഞ്ഞാൽ അവർ കൂടെ സഹകരിക്കുകയാണെങ്കിൽ, നമുക്കറിയാലോ നരേന്ദ്രമോദി ആദ്യം കയറിയപ്പോ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ ഇങ്ങോട്ട് വിളിച്ച് നമുക്കെല്ലാം പറഞ്ഞു തീക്കാന്ന് പറഞ്ഞതാണ്. പക്ഷെ കൈ കൊടുത്തപ്പോ പിന്നീന്ന് കുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പൊ
അവര് കൂടെ സഹായിക്കുകയാണെങ്കിൽ ഇനി അപ്പൊ ബംഗ്ലാദേശിൽ ഒരു ഭരണം വരണം. ആ ഭരണത്തിനായിട്ട് ഇപ്പൊ പുതിയൊരു വ്യക്തി, ഒരു നോബൽ സമ്മാന ജേതാവിനെ അവിടെയുള്ള വിദ്യാർത്ഥികൾ സമീപിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നു. പുള്ളിക്കാരൻ ഒളിമ്പിക്സിൽ പോയി അവിടെ ജാവലിൻ ത്രോ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഞാൻ മലയാള മക്കളെ എന്ന് പറയുന്നു. അങ്ങനെ വന്നിട്ട് പുള്ളിക്കാരൻ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. നമ്മൾ കുതിക്കാൻ പോകുമെന്നൊക്കെയാണ് പറയുന്നത്. നിഷ്കളങ്കരായിട്ടുള്ള ജനങ്ങളാണ്, പാവങ്ങളാണ്. മതമേലധ്യക്ഷന്മാരും എന്താ മെയിൽ മെസ്കുലിറ്റി എന്ന് പറഞ്ഞ സാധനം, അതാണ് ബംഗ്ലാദേശിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിതൊക്കെ വിശ്വസിച്ച് അതിലോട്ട് ഇറങ്ങുകയാണ്. ഒരു സംശയം വേണ്ട, ബംഗ്ലാദേശ് ചൂട് കാടാകും എന്നുള്ള കാര്യത്തിൽ. കാരണം ഇപ്പോഴേ പാശ്ചാത്യരും നമ്മുടെ ഇന്ത്യയിലെ പല യുക്തിവാദികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോകത്തൊരു നരകമുണ്ടെങ്കിൽ അത് ബംഗ്ലാദേശ് ആണെന്നാണ്. കാരണം 20 കോടി ജനങ്ങളാണ് ആ ഇട്ടാവട്ടത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചെറിയൊരു കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു സർ. നന്ദി, നമസ്കാരം.